എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നേപ്പാളിൽ റീസെൻ്റ്ലി പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപത്തെക്കുറിച്ചാണ്. ഈ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? അതിന് പുറകിൽ ശരിക്കും അവിടെ രാജ്യഭരണം മടക്കി കൊണ്ടുവരണം എന്ന് പറയുന്ന സാഹചര്യം നിലവിലുണ്ടോ? ഇപ്പോൾ ഭരിക്കുന്ന ഈ ശർമ്മ ഒലി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇതിന് പുറകിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഇടപെടലോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം കൊറോണ ആ സമയം 2000 ആ സമയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ മാനസ സരോവറിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു റോഡ് നമ്മൾ നിർമ്മിച്ചിരുന്നു. ആ റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഈ നേപ്പാളുമായിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നിർമ്മിച്ച റോഡ് നമ്മുടെ നിന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നേപ്പാളിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു ഇഷ്യൂ നിറഞ്ഞൊരു സ്ഥലത്ത് കൂടെയാണ് നിർമ്മിച്ചത്. അതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മുടെ മാപ്പിൽ കൂടെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ലിപു ലേക്കും അതുപോലെ തന്നെ കാലാപാനി എന്ന് പറയുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ വേറൊരു ചെറിയ ഏരിയ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്, ഇന്ത്യയുടെ മാപ്പിലുള്ളത് തന്നെയാണ്. അവർ ചെറിയ ഇഷ്യൂസൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ചർച്ചകളൊക്കെ നടത്തുമെങ്കിലും അതിൽ വേറെ വലിയ വിഷയങ്ങളൊന്നും അതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ റോഡ് നിർമ്മിച്ചതോടുകൂടി അവർ കലിപ്പിലാകുകയും അവരുടനെ തന്നെ അവർ പുതിയൊരു മാപ്പ് ഉണ്ടാക്കി അത് പാർലമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തത് പാസ്സാക്കിയെടുത്ത് പുതിയ മാപ്പാക്കി. ഇപ്പോൾ ഈ സ്ഥലം ഇന്ത്യ പറഞ്ഞ സ്ഥലം, ഈ റോഡ് നിർമ്മിച്ച സ്ഥലം ഇപ്പോൾ അവരുടെ മാപ്പിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ട് പുതിയ മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയ വിഷയങ്ങളാണ്. അതിന് മുമ്പും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷേ അതൊന്നും സാരമായി ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നില്ല. പക്ഷേ ഈ ശർമ്മ ഒലി സർക്കാരും കാര്യങ്ങളൊക്കെ ഇവർ ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ഇന്ത്യക്കെതിരെ തിരിയുകയും അവിടെ കൊറോണ പടരാൻ പോലും ഇന്ത്യയാണ് കാരണം. ഇന്ത്യയുടെ ജനങ്ങൾ അനിയന്ത്രിതമായി നേപ്പാളിലേക്ക് വന്നിട്ടാണ് നേപ്പാളിൽ കൊറോണ പിടിച്ചത് എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തിനും ഏതിനും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ആ വിഷയങ്ങളുണ്ടായി. ആ സമയത്ത് ഒരു വ്യക്തി അവിടെ ഇവരുടെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ ഇഷ്യൂസ് കാരണം വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒരു പട്ടാളക്കാരനാണ് മരിച്ചതെന്നൊക്കെയാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ പട്ടാളക്കാരനല്ല, അവിടെ ഒരു ബന്ധുവിനെ കാണാൻ പോയ ഒരു മനുഷ്യൻ അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുകയും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും. ഈ ഇന്ത്യ നേപ്പാൾ എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളായിട്ടൊന്നുമല്ല നമ്മൾ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു അയൽ സംസ്ഥാനം കണക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്ന് പലരും വിചാരിക്കുന്ന കണക്കാണ് ആ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്, കൃഷി അപ്പുറത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്, ഇപ്പുറത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്, വ്യാപാരങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. വളരെ സുഗമമായി പോയിക്കൊണ്ടിരുന്ന ബന്ധമാണ് നേപ്പാളുമായിട്ട് അതുവരെ. പക്ഷേ ആ സമയത്ത് ഈ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഈ ശർമ്മ ഒലി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയായിട്ട് എന്തായാലും മുട്ടി നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ രാജ്യമാണെന്നുള്ളവർക്ക് അറിയാം. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും ഇന്ത്യ മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല, അവരെ തട്ടി നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഈ ശർമ്മ ഒലി കാണിച്ച ഒരു മണ്ടത്തരം എന്നോ അന്ന് അയാൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത ഒരു സംഗതിയാണെന്നാണ് വിചാരിച്ചത്. ചൈനയായിട്ട് കൂടുതലായിട്ട് അടുത്തു. ചൈന അവിടെ കൂടുതൽ കയറി ഇടപെടാനും അവിടെ കളിക്കാനും അവിടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും അവർക്ക് അവരുടെ പാർട്ടിക്ക് ഫണ്ട് നൽകാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും. അപ്പോൾ ഇതിലൊക്കെ കയറി ചൈനയും ഇടപെടുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്, അപ്പോൾ നിങ്ങൾ സൂമായിട്ട് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ സംസാരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ കാര്യം അവർ അങ്ങോട്ടുള്ള പോക്കുവരവൊക്കെ നന്നേ ബാധിച്ചു. അവിടുത്തെ രൂപ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവരെ ബാധിച്ചു. അതുവരെ നമുക്ക് നമ്മുടെ രൂപയിൽ തന്നെ അവിടെ കച്ചവടം ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, പൈസ കൊടുത്ത് സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ 200-ന് മുകളിലുള്ള നോട്ടുകൾ അവിടെ നിരോധിച്ചു. അവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 200 വരെ ആ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചെറിയ ചില്ലറ സാധനങ്ങളായിട്ടുള്ള ഇടപാട് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നോക്കൂ, യു ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ നമുക്ക് അവിടെയും കൂടെ അക്സെപ്റ്റബിളാണ് അതൊക്കെ. അപ്പോൾ അത്രയും അടുപ്പുണ്ടായിരുന്ന രാജ്യമായിട്ടാണ് ഈ കശപിശ ആരംഭിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കശപിശ ആരംഭിക്കുന്നത്. അന്ന് ഈ മാപ്പ് പുറത്തുവിട്ട സമയത്ത് ഇന്ത്യ ഒരു കാര്യം പറഞ്ഞിരുന്നു.
ഞങ്ങളിത് കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ആ കുറിച്ച് വെച്ച ആ കുറിപ്പടിയുടെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിശയോക്തി ആവില്ല. കാരണം നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചൈന പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈന കയറി കളിച്ച ഇടത്തെല്ലാം അവർക്ക് പ്രശ്നമുണ്ട്. ആ രാജ്യങ്ങൾക്ക്, ചെറു രാജ്യങ്ങൾക്ക്, ശ്രീലങ്കയ്ക്കായാലും പാകിസ്ഥാനായാലും വൻ പ്രശ്നങ്ങൾ വരുന്നു എന്ന് തുടങ്ങി സകലമാന പ്രശ്നങ്ങൾക്കും ചൈന ഇടങ്കോലിട്ട് ഇന്ത്യക്കെതിരെ തുരുക്കുന്ന എല്ലാവരും അവർ താങ്കൊഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്നു എന്ന് പറഞ്ഞ പോലെ ചൈന ഒഴിച്ച കുഴിയിൽ കൊണ്ട് അവരെ ചാടിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കലാപം. ഇത് ഇപ്പോഴല്ല, ഒരു കൊല്ലം മുമ്പ് മുതൽ ഇങ്ങനെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും ആൾക്കൂട്ടങ്ങളും ഈ നേരത്തെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ ജ്ഞാനേന്ദ്ര ഷാ, ആ രാജാവിൻ്റെ അനുയായികൾ എന്ന് പറയും, അതല്ലെങ്കിൽ വലതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകളെല്ലാം സംഘടിപ്പിച്ചിട്ട് ഇവർക്കെതിരെ ഈ എന്താ പറയുക, ഇപ്പോൾ ഭരിക്കുന്ന ഈ ശർമ്മ ഒലി അങ്ങേർക്കെതിരെ, അങ്ങേരുടെ മന്ത്രിസഭയ്ക്കെതിരെയൊക്കെ അവർ അഴിമതി കാണിക്കുന്നു. പഴയ പോലെ രാജഭരണകാലത്തുണ്ടായ വികസനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല, ജനങ്ങൾക്ക് സമാധാനമില്ല, അക്രമങ്ങൾ പെരുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂസ് നിരന്തരമുണ്ട് അവിടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ നോക്കൂ, ഇപ്പോൾ ഈ കലാപം നടക്കുന്ന സമയത്ത് ഈ ജ്ഞാനേന്ദ്ര രാജാവിൻ്റെ പോസ്റ്ററുകളൊക്കെ പിടിച്ചിട്ടാണ് ഇവർ സമരം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാഴ്ചയും കൂടെ അവിടെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ നേതാക്കളുടെ ഫോട്ടോ അതിൻ്റെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ ഒക്കെ പിടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഹിന്ദു രാഷ്ട്രം വേണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു അജണ്ടയുടെ ഭാഗമല്ലാതെ എന്തായാലും അവിടെ സംഭവിക്കില്ല. പെട്ടെന്ന് പൊട്ടിമുളിച്ചതൊന്നുമല്ല. അവർ അന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ വാക്കിന് തുടങ്ങിയ ഇഷ്യൂസാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഇയാൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ മൂപ്പര് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. സർവകക്ഷിയൊക്കെ വിളിച്ചിട്ടുണ്ട്. നേപ്പാളിൽ മൊത്തം കാഠ്മണ്ഡു പരിസര പ്രദേശത്തൊക്കെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു, പട്ടാളം ഇറങ്ങിയിരിക്കുന്നു. മൊത്തത്തിൽ പ്രശ്നത്തിലാണ് അവിടെ. അപ്പോൾ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ഇന്ത്യയോട് മുട്ടി നിന്ന് അല്ലെങ്കിൽ ചൈനയോട് വിധേയത്വം കാണിച്ച് അവർക്ക് തുടരാൻ പറ്റുമോ, അല്ല ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടം അവർക്ക് ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലാത്ത ഒരു തിരിച്ചുപോക്ക്, രാജഭരണത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അയാൾ സാധ്യമല്ല എന്നൊക്കെ ശർമ്മ ഒലി പറയുന്നുണ്ട്. ഇത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ വിടുന്ന മട്ട് കാണാനില്ല. ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വരികയാണെങ്കിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യം ആണിപ്പോൾ അവിടെ നിലവിലുള്ളത്. അപ്പോൾ ഈ ഇന്ത്യയെ പിണക്കി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് വീണ്ടും ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ഈ സംഭവ വികാസങ്ങൾ കാരണമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും അവിടെ ഹിന്ദു രാഷ്ട്രം, ലോകത്തുണ്ടായിരുന്ന ഏക ഹിന്ദു രാഷ്ട്രം അവർ മതേതര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഹിന്ദു രാഷ്ട്രം എന്ന വാദത്തിലേക്ക് അവർ പോകുന്നു. അത് അയൽ രാജ്യത്ത് മാത്രം പൊങ്ങുന്ന പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നാളെ നമുക്കത് ഇന്ത്യയിലും ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും. ഇവിടെയും ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്കാണല്ലോ പോകുന്നത്. ഇവിടെയും രാജഭരണത്തിന് സമാനമായ ഭരണത്തിലേക്ക് ചിലപ്പോൾ പോയേക്കാം. കാരണം അത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മോദി സർക്കാരും പോകുന്നത്. ഈ പാർലമെൻറ്റ് വിഭജനങ്ങളും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരിക്കലും തോൽക്കാൻ ഇടയില്ലാത്ത രീതിയിൽ ഈ പാർലമെൻറ്റ് സീറ്റ് ഭാഗങ്ങളിൽ വർദ്ധിക്കുകയും നമ്മുടെ ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ എവിടെയും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ ഒരു രാജഭരണ കാലത്തേക്ക് പോകുന്നൊരു മട്ട് തന്നെയാണ് ഇന്ത്യയിലും കാണുന്നത്. നമ്മൾ പുറംതിരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു മോഡലായിട്ടാണ് ഇപ്പോൾ നമുക്ക് നേപ്പാളിനെ കാണാൻ കഴിയുക. നോക്കാം നേപ്പാളിലെ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വിലയിരുത്താം. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്ന ആഗ്രഹമുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.